കുറേ കാലമായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈയിടെ ഒരു സാഹചര്യം വന്നു. ഒരു കൂട്ടുകാരൻ്റെ കൂടെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കൂടെ ഒരു വണ്ടി, അതായത് ഒരു ഇന്നോവ നോക്കാൻ പോയി. കുറേ പേര് ചോദിച്ചിരുന്നു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ചാൻസ് വന്ന് പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊരു വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് രാവിലെ വിളിക്കായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ കൂടെ പോകാമെന്നും വണ്ടി നോക്കുന്നത് എങ്ങനെയുള്ള വീഡിയോ ചെയ്യാമെന്നും വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. ഹായ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. സ്വാഗതം. നമ്മൾ ആദ്യം പോയിട്ട് വണ്ടി കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കണമെന്നുള്ളത്. ഇയാൾക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൻസാറാണ്. അൻസാറിന് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ആ ഇന്നോവ നോക്കാൻ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാം. ഞാൻ സാധാരണ ആരുടെയും കൂടെ വണ്ടി നോക്കാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളാണിത്. ഇത് പലയിടത്തും ശേഖരിച്ച കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫൈനൽ വേർഡായിട്ട് തന്നെ കണ്ടാൽ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഉപയോഗപ്രദമായ ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ, ഇതിൽ കൂടുതലായിട്ടുള്ള അറിവുകൾ, നിങ്ങൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ അത് നമുക്ക് ഗുണമാണ്, നമ്മുടെ കമൻറ്റ് വായിക്കുന്ന ആൾക്കാർക്ക് ഗുണമാണ്. കൂടാതെ അതൊക്കെ ഒരു പോസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നിങ്ങൾ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു. അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഏത് വണ്ടി വേണം, ഏത് മോഡൽ വേണം, ഡീസൽ വേണോ പെട്രോൾ വേണോ, അല്ലെങ്കിൽ ഏത് മോഡലാണ് കൂടുതൽ എക്കണോമിക്കലാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തീരുമാനിക്കാം. അതിന് ശേഷം ഒരു വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള, പാർട്സ് അവൈലബിൾ ആയിട്ടുള്ള, സർവീസൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന വണ്ടികൾ നോക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് തലവേദനയൊക്കെ കുറയും. അങ്ങനെ ചെയ്യാം. എന്നിട്ട് ബഡ്ജറ്റ് തീരുമാനിക്കാം. ഈ ബഡ്ജറ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ യൂസ്ഡ് കാർ കയ്യിലുള്ള കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഫൈനാൻസ് കിട്ടുന്നുള്ള ഉറപ്പാണ്. ബാങ്ക് ലോണൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ കയ്യിലുള്ള കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഫൈനാൻസ് ഒക്കെ എടുക്കുമ്പോൾ പലിശ വളരെ കൂടുതലാണ്. 13%, 14%, അങ്ങനെ മുകളിലോട്ടാണ് യൂസ്ഡ് കാർ ലോണിൻ്റെ പലിശയൊക്കെ. അപ്പോൾ യൂസ്ഡ് കാറാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കയ്യിലുള്ള കാശ് കൊടുത്തൊരു കാർ വാങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇനി എവിടുന്നാണ് വണ്ടി വാങ്ങുന്നത് നോക്കാം. എവിടുന്നാണെന്ന് പറയുമ്പോൾ കുറേ സർട്ടിഫൈഡ് ഷോറൂംസ് ഉണ്ട്. ഇപ്പോൾ മാരുതിയുടെ ട്രൂ വാല്യൂ, അല്ലെങ്കിൽ ഹുണ്ടായുടെ, ടൊയോട്ടയുടെ ഒക്കെ ട്രൂ വാല്യൂസ് പോലുള്ള ഡീലർഷിപ്സ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സർവീസ് ചെയ്ത, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത, അല്ലെങ്കിൽ സർട്ടിഫൈഡ് വണ്ടികളൊക്കെ കിട്ടും. അതും എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതൊന്നും ചർച്ചാ വിഷയമാണ്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാറണ്ടി ഉള്ള വണ്ടി മേടിക്കുക. ഇപ്പോൾ 5 വർഷമൊക്കെ എക്സ്റ്റൻഡ് വാറണ്ടിയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പല കമ്പനികളും. അപ്പോൾ വാറണ്ടിയുള്ള വണ്ടി കണ്ടെത്തുക എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വാറണ്ടിയുള്ള വണ്ടിയൊക്കെ കിട്ടും. അപ്പോൾ 5 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത വണ്ടി 4 വർഷം കഴിഞ്ഞ് വിൽക്കുന്നു. അപ്പോൾ 1 വർഷം വാറണ്ടി ഉണ്ട്. ആ വാറണ്ടി പീരീഡിൽ വല്ല ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ വണ്ടി വാങ്ങിയിട്ട് ഉടൻ തന്നെ വരുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് ആ വാറണ്ടി വെച്ച് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളൊരു വണ്ടി നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്. ഇനി അതല്ല, കുറച്ചുകൂടി പഴകിയ വാഹനമാണ്. ഇപ്പോൾ ഇന്നോവയുടെ കേസ് പറഞ്ഞു. ഇന്നോവ എന്ന് പറഞ്ഞാൽ 2012 മുതൽ ഇങ്ങോട്ടെ ഭീകരമായ വിലയാണ്. അപ്പോൾ റീസെയിൽ വാല്യൂ ഒരുപാട് ഹൈ ആയിരുന്ന വണ്ടിയാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മെക്കാനിക്കിനെ കൂടെ കൂട്ടും. മെക്കാനിക് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ അറിയുന്ന ഒരാളാവാം. കാരണം നമ്മൾ കാണാത്ത പലതും അവർ കണ്ടുവരും. അപ്പോൾ അതൊക്കെ നമുക്ക് സഹായകമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒറ്റക്കാലിൽ നമുക്ക് പലതും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മെക്കാനിക്കാണ്, അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് അറിവുള്ള ഒരാളാണ് കൂടെ ഉള്ളതെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിയുമ്പോൾ ഇനി വണ്ടി നോക്കാൻ ഇറങ്ങുമ്പോൾ അവിടെയും പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫൈഡ് ഷോറൂമിലാണെങ്കിൽ ഓരോ ഷോറൂമും പേഴ്സണലായിട്ട് തന്നെ വിസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യുക എവിടെയാണ് വണ്ടി അവൈലബിൾ ഉള്ളത്, നമ്മൾക്ക് ഉദ്ദേശിച്ച മോഡൽ അവിടെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി എത്രയാണ്, എത്ര വണ്ടികളുണ്ട്, ഒരുപോലത്തെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ നല്ല ഒരു വണ്ടി ഉള്ള സ്ഥലമൊക്കെ നോക്കി പോവുക. പിന്നെ OLX വഴി മേടിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നേരിട്ട് മേടിക്കാം. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അവർ ഉപയോഗിക്കുന്ന വണ്ടി അവർക്ക് കൂടുതലായിട്ട് അറിയാം. അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ സർവീസ് ഹിസ്റ്ററി ഒക്കെ എടുക്കാനായിട്ട് സഹായിക്കാനൊക്കെ അവരെ കൊണ്ട് പറ്റും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. ഇനി അതും തീരുമാനമായി. ഇപ്പോൾ സർട്ടിഫൈഡ് കാരണമാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ OLX പോലുള്ള സൈറ്റിൽ നോക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ആരെയും വിളിച്ച് ചോദിക്കാം, ബ്രോക്കറോട് പോകാം, അല്ലെങ്കിൽ പലയിടത്ത് നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഇതൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിൻ്റെ സഹായം വണ്ടി കാണാൻ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വീട്ടിൽ ഹോംവർക്ക് പോലെ ചെയ്യുന്ന കാര്യമുള്ളൂ നേരത്തെ കൊണ്ടൊക്കെ. ഇനി വണ്ടി നോക്കാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ വണ്ടി പോയി കാണാൻ നോക്കുക. നമ്മൾ വണ്ടി കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സർവീസ് ഹിസ്റ്ററി നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഈ ഓണറോട് തന്നെ ചോദിക്കാം, ഈ വണ്ടി സർവീസ് ചെയ്യുന്ന ഷോറൂമിൽ തന്നെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ചില കാറുകൾക്കൊക്കെ, അല്ലെങ്കിൽ ചില കമ്പനികൾക്ക്, മാരുതിക്കൊക്കെ ആപ്പ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഫോണിനൊക്കെ ആപ്പ് ഉണ്ട്. എത്ര സർവീസ് ചെയ്തു, എത്ര സർവീസാണ് ചെയ്തത് നമുക്കതിൽ നോക്കാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു സർവീസ് നെറ്റ്വർക്കുള്ള ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. അപ്പോൾ ഹിസ്റ്ററി നോക്കിയിട്ട് സർവീസൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഒന്നുമില്ലോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലോ എന്ന് നോക്കുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഓട്ടോമേറ്റിക് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം 20,000 സർവീസ് ഹിസ്റ്ററി കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി 18,000 ആണ്. ആ വണ്ടി എടുക്കരുത്. കാരണം അത്
ഓഡോമീറ്റർ ടാമ്പർ ചെയ്തതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർവീസ് ഹിസ്റ്ററി വെച്ച് ഒരു പരിധി വരെ അറിയാൻ പറ്റും. പിന്നെ ഗ്ലാസ്സുകൾ നോക്കുക, ഗ്ലാസ്സുകളിൽ മാനുഫാക്ചറിങ് ഇയർ ഉണ്ടാവും. അപ്പോൾ ആ ഇയർ നോക്കുക, 4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 5 ഗ്ലാസ്സൊക്കെ ഒരേ ഇയറിൽ നോക്കുക. ഇവിടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്, കാരണം ഒരു തേങ്ങ വീണ് ഗ്ലാസ് പൊട്ടി, ഗ്ലാസ് മാറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണയാണ്. അപ്പോൾ അതൊന്നും അത്ര പറയേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഗ്ലാസ് ബീഡിംഗ് ഒക്കെ പൊക്കി നോക്കുക. സാധാരണ മെക്കാനിക്കായിട്ടുള്ള ഒരാൾ കൂടെയാണെങ്കിൽ പുള്ളി കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മളായിട്ട് പോയി നോക്കുന്നതിന് പകരം പുള്ളിയെ കൊണ്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി എഞ്ചിൻ്റെ കാര്യമാണെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വണ്ടി രാവിലെ നേരത്തെ പോയി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം രാവിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെള്ളപ്പൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് എഞ്ചിൻ പണി വന്നു എന്നുള്ളതാണ് അതിനർത്ഥമൊക്കെ. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഡിപ്സ്റ്റിക്ക് പോകുമ്പോൾ അതിനകത്തൂടെ പുക വരുന്നുണ്ടോ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ ഒരു ഹെൽത്ത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലഡ് വാഹനങ്ങൾ ഒരുപാട് നിരത്തിലുണ്ടാവും. ഫ്ലഡ് വാഹനങ്ങളാണോ എന്നറിയാനായിട്ടുള്ള ഏറ്റവും ഒരു മികച്ച ഉപാധി എന്ന് പറഞ്ഞ സർവീസ് ഹിസ്റ്ററി തന്നെയാണ്. പിന്നെ വണ്ടിയുടെ വീൽ വെല്ലുകളും അല്ലെങ്കിൽ ടയറിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളും അല്ലെങ്കിൽ ബോഡിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ക്ലാവ് പിടിച്ചോ തുരുമ്പ് പിടിച്ചോ ആയ അംശങ്ങളുണ്ടോ നോക്കാം. ഇനി സീറ്റിൻ്റെ ബോൾട്ട് ജോയിൻറ്റുകൾ നോക്കാം, അല്ലെങ്കിൽ മാറ്റ് പൊക്കി നോക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അണ്ടർബോഡിയുള്ള ചേസിൻ്റെ മുകളിൽ തുരുമ്പുണ്ടോ, അല്ലെങ്കിൽ ചേസിൻ്റെ അവിടെ എവിടെയെങ്കിലും മൂലയ്ക്കോ മുക്കിലോ ക്ലാവ് പിടിച്ചിട്ടുണ്ടോ, സ്റ്റെപ്പിന് വീലിന് എങ്ങനെയാണ് അവസ്ഥ, സൈലൻസർ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ അടിഭാഗമൊക്കെ ശരിക്കും നോക്കണം. വണ്ടിയുടെ അടിഭാഗം നോക്കിയാൽ തന്നെ പരമാവധി വെള്ളം കയറിയ വണ്ടിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പെയിൻറ്റിൻ്റെ മുകളിൽ നമുക്ക് റസ്റ്റ് കാണാൻ പറ്റും, അല്ലെങ്കിൽ തുരുമ്പിച്ച ഭാഗങ്ങൾ കാണാൻ പറ്റും, ക്ലാവ് പിടിച്ച് കാണാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഒരു വെള്ളം കയറിയ വണ്ടിയാണോ നോക്കാനുള്ള ഉപാധി. പിന്നെ എല്ലാം നമുക്ക് അഷുർ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് പറ്റും. എന്നാൽ കൂടി ഒരു 80% നമുക്ക് ഈ വക കാര്യങ്ങളിലൂടെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇപ്പോൾ സർവീസ് ചെയ്യാത്ത ഒരു വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് പുറത്ത് ചെയ്യുന്നൊരു വണ്ടിയാണെങ്കിൽ ഹിസ്റ്ററി കിട്ടാൻ വഴിയില്ല. എന്നിരുന്നാൽ കൂടി ഈ വണ്ടിയുടെ ഒരു സ്ഥലം ഇത് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, അവിടെ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെറിയ ഒരു കാര്യങ്ങളൊക്കെ നോക്കാനേ പറ്റുള്ളൂ. 100% അഷുറൻസ് ആർക്കും തരാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നമ്മളെ ചതിക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ചതിക്കാൻ പറ്റും. കാരണം ഒരു വണ്ടി വിൽക്കുന്നത് കുറച്ച് കംപ്ലൈൻറ്റ് വണ്ടിയാണ്, ആരുടെയും തലയ്ക്ക് കെട്ടി വെക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഒരു വണ്ടി ഇറങ്ങിയെങ്കിൽ നമുക്ക് ചതി പറ്റുന്ന ഉറപ്പാണ്. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ കളയാനേ നമ്മുടെ ഈ ചെക്ക് ലിസ്റ്റ് സഹായിക്കുള്ളൂ. പിന്നെ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയോട് ഒരു ഇഷ്ടമുള്ള ആളുകൾക്ക് വണ്ടി വാങ്ങാൻ ശ്രമിക്കുക. കാരണം അവർക്ക് മറ്റുള്ളവരെ പറ്റിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഞാൻ എൻ്റെ വണ്ടി ഓൾട്ടോ വിറ്റപ്പോൾ 4 ടയറുകളും പുതിയതാക്കിയിട്ട് സർവീസൊക്കെ ചെയ്ത് ഒരു പുതിയ വണ്ടി ഡെലിവറി ചെയ്യുന്ന ഒരു ഫീലിലാണ് ആ വണ്ടി കൊടുത്തത്. അപ്പോൾ അത് എൻ്റെ ഒരു വാഹന ഭ്രാന്ത് മൂലം ഞാൻ കൊടുക്കുന്ന വണ്ടി രാകേഷിനോട് വെച്ച വണ്ടി എന്നല്ല, അല്ലെങ്കിൽ അത് നാശമായി എന്ന് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. എല്ലാവരും അങ്ങനെ ചെയ്തോളന്നില്ല. ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവനെന്തായി പറയുന്നത്, എന്നാലും പറയണം, മോഡിഫൈഡ് കാറുകൾ ഒഴിവാക്കണം. മോഡിഫൈഡ് കാർ വേണ്ട. കാരണം മോഡിഫൈ ചെയ്തത് പലരും പല സൈസിലാണ് മോഡിഫൈ ചെയ്യുക. എയർ ഫിൽറ്റർ മാറ്റുന്ന ചെറിയ മോഡിഫിക്കേഷൻ മുതൽ അങ്ങോട്ട് വലിയ വീലൊക്കെ വെച്ച് ഇപ്പോൾ ചില വണ്ടികൾക്ക് കാണാം റിമ്മ് ഇൻവേർട്ട് ചെയ്തിട്ട് വീല് പുറത്ത് വെച്ച് ഓടിക്കുന്ന ചെറിയ കാറുകളൊക്കെ കണ്ടു. അപ്പോൾ മോഡിഫൈഡ് കാറുകൾ ഒഴിവാക്കാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു നിയമപ്രകാരം തന്നെ മോഡിഫൈഡ് കാറുകൾ കണ്ടാൽ പോലീസ് പൊക്കുന്നുണ്ട്. അപ്പോൾ മോഡിഫൈഡ് കാറുകൾ വേണ്ട എന്നുള്ളതും മനസ്സിൽ വയ്ക്കുക. ഇനി പറയുന്ന കാര്യത്തിൽ സ്ട്രേഞ്ചായിട്ട് തോന്നാട്ടോ, ഇത് ഞാൻ പലയിടത്തും വായിച്ചൊരു കാര്യമാണ്. അധികം ഓടാത്ത കാറുകൾ ഒഴിവാക്കണം നല്ലത്. 10 വർഷം പഴക്കമുള്ളൊരു കാറ്, അത് ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ആ വണ്ടി വേണ്ട. കാരണം വാഹനം ഓടാനുള്ളതാണ്. ഓടിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ഓടാത്ത വാഹനങ്ങളും ഒഴിവാക്കുക. കൂടുതൽ ഓടിയ വാഹനങ്ങൾ ഒഴിവാക്കുന്ന പോലെ തന്നെ കുറഞ്ഞ ഓടിയ വാഹനങ്ങളും ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ കൂടി പറയാം. ഞാൻ ലാപ്ടോപ്പിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കുന്നുണ്ട്. വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നത് പകൽ തന്നെ ആവുന്നതാണ് നല്ലത്. കാരണം പകലാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും. പകൽ വെളിച്ചത്തിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പകൽ തന്നെ വണ്ടി പോയി കാണുക. ഇനി രാവിലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം, ഡോക്യുമെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ഡോക്യുമെൻറ്റ് ലൈഫ് സർട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ NOC കൂടി അവർ തരേണ്ടതാണ്. അത് തരണം, അല്ലെങ്കിൽ ആ വണ്ടി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ടാക്സ് നോക്കുക, ഇൻഷുറൻസ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ, അതായത് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരെ ഹിസ്റ്ററി എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതും കൂടിയും പറ്റുകയാണെങ്കിൽ നല്ലതാണ്, കൂടുതൽ നല്ലതാണ്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു NOC ഉണ്ടാവും. ആ NOC പേപ്പർ ഉണ്ടോ നോക്കുക. പിന്നെ വണ്ടിയുടെ ലുക്ക് കണ്ടിട്ടൊന്നും തീരുമാനിക്കരുത്. വണ്ടി ഓടിച്ച് നോക്കുന്നത് വേണം. ശരിക്കും എക്സ്റ്റെൻസീവായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം തന്നെ തീരുമാനിക്കാൻ പാടുള്ളൂ. വണ്ടിയുടെ വോബ്ലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വിട്ട് കുറച്ച് ഓടിച്ച് നോക്കുക, അലൈൻമെൻറ്റ് മാറുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഈ അടിയിലെ ലോറാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇത് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ചളക്കണമെന്നുണ്ടെങ്കിൽ ഫാക്ടറി ഫിറ്റിങ്സ് തിരിച്ച് കിട്ടില്ല എന്നൊക്കെ ചില മെക്കാനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. എന്നിരുന്നാൽ കൂടി വണ്ടി ഓടിച്ച് നോക്കേണ്ടതൊക്കെ അത്യന്താപേക്ഷിതമാണ്. ഇനി എഞ്ചിൻ്റെ സൈസ് നോക്കണം. എഞ്ചിൻ്റെ സൈസ് നോക്കാൻ പറയുമ്പോൾ 1.5 ലിറ്റർ എഞ്ചിനുള്ളൊരു വാഹനത്തിന് ചിലപ്പോൾ RCയിൽ 2 ലിറ്റർ എന്നൊക്കെ കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പൊരുത്തക്കേട് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ശരിക്കും ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി നമുക്കിപ്പോൾ
VIN, അതായത് വിൻ നമ്പർ ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ പഴയ കാറാണെങ്കിലും വിൻ നമ്പർ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കുക, എന്നാണിത് നിർമ്മിച്ചതെന്നും ഏത് മാസമാണിത് ഉണ്ടാക്കിയതെന്നൊക്കെ RC ബുക്കുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് അത് സഹായിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് അല്ലെങ്കിൽ മെക്കാനിക്കിൻ്റെ വാക്കുകളെ കാര്യമായിട്ട് എടുക്കുക. പുള്ളി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, പുള്ളിക്ക് കുറേ വണ്ടികൾ കണ്ടിട്ടുള്ള പരിചയമുള്ള ആളാണെങ്കിൽ പുള്ളി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ ആ വണ്ടി എടുക്കാതിരിക്കുക. ഇനി എക്സ്റ്റീരിയറിനെ പോലെ അല്ലെങ്കിൽ എഞ്ചിൻ റൂമിനെ പോലെ പ്രധാനമാണ് ഇൻറ്റീരിയറും. സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, എല്ലാം ഫംഗ്ഷനിങ് അല്ലേ ശ്രദ്ധിക്കണം. സ്റ്റിയറിങ്ങിൻ്റെ ആ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. മീറ്റർ കൺസോൾ നോക്കുക, ഓഡോമീറ്റർ നോക്കുക, സിഗ്നൽസ് എല്ലാം വർക്ക് ചെയ്യുന്നു നോക്കുക, RPM മീറ്റർ വർക്ക് ചെയ്യുന്നു നോക്കുക, ഫ്യൂൽ മീറ്റർ വർക്ക് ചെയ്യുന്നു നോക്കുക, എല്ലാം ഫംഗ്ഷനല്ലേ നോക്കുക. AC എങ്ങനെ ഉണ്ട് നോക്കുക. ഇൻറ്റീരിയർ ക്വാളിറ്റി ഒക്കെ നോക്കുക. അപ്പോൾ ലെതർ ആണെങ്കിൽ ലെതറിൻ്റെ ഒരു ക്വാളിറ്റി നല്ല ലെതറാണോ, അല്ലെങ്കിൽ സീറ്റിൻ്റെ ആ ഒരു ഫീല് കുറേ ഡേർട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നന്നായി തന്നെ ഉപയോഗിച്ചാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം വാഹനത്തിൻ്റെ അകത്തെ വൃത്തി പോലെയും വണ്ടി എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഫ്ലോർ മാറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ അതിൽ ചളിയുണ്ടോ പൊടിയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ബൂട്ടുകളൊക്കെ പൊട്ടിയിട്ടുണ്ടോ, ഗിയർ ലിവറിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം തന്നെ നോക്കാം. കാരണം ഇൻറ്റീരിയർ ക്വാളിറ്റിയാണ് ഒരു വാഹനത്തിൻ്റെ എങ്ങനെയാണ് ഒരു വാഹനത്തെ പരിപാലിച്ചിരുന്നതെന്ന് വൃത്തിയായിട്ട് കാണിച്ചു തരുള്ളൂ. എനിക്ക് തോന്നുന്നു എക്സ്റ്റീരിയറിനേക്കാൾ കൂടുതൽ നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൽ ഇപ്പോൾ കുറേ അധികം കാര്യങ്ങളുണ്ട് നോക്കാനായിട്ട്. ഇപ്പോൾ അതെല്ലാം തന്നെ ശ്രദ്ധിച്ച് തന്നെ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് എല്ലാ കൺട്രോളുകളും ഫംഗ്ഷനിങ് അല്ലേ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഓഡിയോ ഉണ്ടെങ്കിൽ പ്ലേ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക, റിയർ AC വെൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യം നോക്കാനുള്ളൂ. ഇനി അതിന് ശേഷം നമുക്ക് വാക്കാലെ പറയുന്നതിന് പകരം ഡോക്യുമെൻ്റ് ആക്കണം. ഡോക്യുമെൻ്റ് ഒക്കെ പറയുമ്പോൾ ചെറിയൊരു കരാർ എഴുതുക. അപ്പോൾ ഫോമൊക്കെ കിട്ടും, സ്റ്റാമ്പുള്ള ഫോമോ അങ്ങനെയുള്ള ഫോമൊക്കെ കിട്ടും. കരാർ എഴുതുക, കാര്യങ്ങൾ എഴുതുക, ഇന്ന ദിവസം പൈസ തന്നിട്ട് നമ്മൾ വണ്ടി എടുക്കാമെന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ഷോറൂമുകളിലാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല, പേപ്പറൊക്കെ എല്ലാവരും നോക്കിക്കോളും, ബാങ്ക് പേപ്പറെല്ലാം തന്നെ അവർ നോക്കിക്കോളും. പക്ഷേ ഒരാളെടുത്ത് നേരിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ തന്നെ കരാറൊക്കെ എഴുതി കാര്യങ്ങൾ ചെയ്ത് എല്ലാം പേപ്പറിലാക്കി വയ്ക്കുക, ഒന്നും വാക്കാലെ പറയാതെ പേപ്പറിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോമിസ് നോട്ടും അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേപ്പേഴ്സൊക്കെ വാങ്ങുക, ഇൻഷുറൻസ് പേപ്പേഴ്സ് വാങ്ങുക. ഇൻഷുറൻസ് കൂടി RC ബുക്ക് പേരിലാക്കുമ്പോൾ നമ്മുടെ പേരിലേക്ക് മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ വാഹനത്തിന് നമ്മുടെ പേരിലായതിനു ശേഷം അപകടം പറ്റുമ്പോൾ ഇൻഷുറൻസ് കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ പേപ്പർ കൂടി നമ്മുടെ പേരിലാക്കണം. ഇനി വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. വണ്ടി ഓതറൈസ്ഡ് സർവീസ് സ്റ്റേഷനിലോ നിങ്ങൾക്ക് പരിചയമുള്ള നെയ്ബർഹുഡ് സർവീസ് സെൻ്ററിലോ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുക. എല്ലാ ഫ്ലൂയിഡും മാറ്റി എല്ലാ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അലൈൻമെൻറ്റൊക്കെ ചെയ്ത് വണ്ടി പുതിയതുപോലെ ആക്കി കൊണ്ടു നടക്കുക. അപ്പോൾ ഹാപ്പി മോട്ടറിങ് ഇതൊക്കെ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു വലിയ ഒരു കാര്യമായിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, വണ്ടി ഇന്നോവ വരുന്നുണ്ട്. ഇന്നോവ വരുമ്പോൾ ഇന്നോവ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നോവയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ പറഞ്ഞുതരാം, പഴയ കാറിൻ്റെ. അത് പിന്നീട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.